റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നമുക്കിനി അടിപൊളി മണം. വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഞാൻ സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഒരു അടിപൊളി സ്പെഷ്യൽ റെസിപ്പിയാണ് എന്റെ ഉമ്മ ഇന്ന് ഉണ്ടാക്കി തരുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പിയുടെ പേരാണ് ഞണ്ട് കറി. അടിപൊളി ഞണ്ട് കറി. അപ്പോൾ ഗായ്സ്, ഇതാണ് ഞാൻ മേടിച്ച ഞണ്ട്. എന്റെ പപ്പ ഇന്നലെ എനിക്ക് മേടിച്ചു തന്നതാ. ഇതാ മറ്റേ വലിയ. അപ്പോൾ ഗായ്സ്, നിങ്ങൾ കണ്ടല്ലോ, ഒരു വലിയ അടിപൊളി വലിയ ഞണ്ടാണ് ഞാൻ ഇന്ന് മേടിച്ചിരിക്കുന്നത്. ഗായ്സ്, ഇതാണ് ഇതിന്റെ ഈ കുഞ്ഞു ഞണ്ടിന്റെ അച്ഛൻ. ഇത് മറ്റേ ഇത് കുഞ്ഞിതാണ്. ഇത് ക്ലീൻ ആക്കാൻ പോകുന്നത്. ഗായ്സ്, ഞാൻ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ. അപ്പം ഞാൻ ഫസ്റ്റ് ഒരു ഈ വലിയൊരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക, ഇവിടെ വയ്ക്കുക. അതിനുവേണ്ടി അത് എന്നിട്ട് സ്റ്റൗ ഓൺ ആക്കണം. സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് എടുക്കേണ്ടത് ഇച്ചിരി ചൂടാവട്ടെ ഗൈസ്. ചൂടാവുമ്പോൾ നമുക്ക് ഞണ്ട് ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള റെസിപ്പി സെറ്റ് സാധനങ്ങളെല്ലാം വെക്കാം. ഫസ്റ്റ് നമ്മൾ ഒഴിക്കേണ്ടത് ഓയിലാണ്. ഓയിൽ മതിയാക്കി ഇങ്ങനെ തളർത്ത് വെച്ച് ഞാൻ ഒഴിച്ചിരിക്കുന്ന ഈ ഓയില് നല്ല ചൂടായിട്ട് നമുക്ക് ഇതിനു വേണ്ടിയുള്ള സാധനമെല്ലാം ഇവിടെ ഈ പാനിലോട്ട് വെക്കാം. ഗൈസ്, ഇനി ഈ കടുക് നല്ലപോലെ ചൂടായി പൊട്ടി പോട്ടെ. ഫ്രണ്ട്സ്, ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഇതുപോലെ എടുക്കാം. നല്ല ചൂടാക്കി മൂക്കിപ്പിച്ച് എടുക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇത് ഇച്ചിരി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഫസ്റ്റ് നമുക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നല്ല മൂത്തായിട്ട് വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതിനകത്തോട്ട് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം ഇത് ഇതായി വരണമെങ്കിൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇനി ഇതിനകത്തോട്ട് ശകലം ഉപ്പിട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, ഇനി ഈ ഉള്ളി ഇത് വരണ്ട് വരട്ടെ. 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് ഇത് വരണ്ട് വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് ഞണ്ട് കറിക്ക് വേണ്ടിയുള്ള മസാല എല്ലാം ചേർക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു സപ്പോർട്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇട്ട് കൊടുത്ത ഉള്ളി നല്ലപോലെ വരണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് ഞാൻ കണ്ണാടി വെച്ചപ്പോ? കൊള്ളാം മന്നെ. ഫ്രണ്ട്സ്, ഇനി അടുത്ത് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവ് നിങ്ങൾക്ക് വേണ്ടിയുള്ള എരിവ് അനുസരിച്ച് മാത്രമേ നിങ്ങൾ ഇടാവുള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയുള്ള എരിവ് മാത്രം. ഫ്രണ്ട്സ്, ഇനി ഇത് നല്ല മൂത്ത് വരട്ടെ. ഫ്രണ്ട്സ്, ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല മൂത്ത് വരട്ടെ. തക്കാളി നല്ല വരണ്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് റെസിപ്പി ഉണ്ടാക്കാം. തക്കാളി ഇപ്പോ ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ ഞണ്ടെല്ലാം. ഞണ്ട് ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലപോലെ വേവിച്ച് വെക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഈ ഞണ്ടിന് എല്ലാത്തിനും മസാല പിടിക്കണം. ഫ്രണ്ട്സ്, ഇനി വേവാൻ വേണ്ടി നമുക്ക് ഇതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിനകത്തോട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, ഈ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ കുരുമുളക്
പൊടിയാണ്. അപ്പൊ ഞാൻ ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇടാൻ പോകുന്നത് ഇട്ടിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി നമുക്ക് ഇതിനകത്ത് വേണം ഇത് അടച്ചിട്ട് വെന്ത് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് ആവും ഫ്രണ്ട്സ്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഫ്രണ്ട്സ് ഞണ്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഫ്രണ്ട്സ്. അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങളുടെ റെസിപ്പി ഫിനിഷ് ആയിട്ടുണ്ട്. ഉപ്പൊക്കെ അത്യാവശ്യത്തിനുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അമ്മയെ കൊണ്ട് ഹെൽപ്പ് ചെയ്യണം. ഞാനും എന്റെ ഫാമിലിയുടെ കൂടെയാണ്. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഞണ്ട് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നമുക്കിനി തുറന്നു നോക്കാം ഫ്രണ്ട്സ്. അടിപൊളിയായിട്ട് നമ്മുടെ ഞണ്ട് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് ഫ്രണ്ട്സ്. അടിപൊളി മണം ഫ്രണ്ട്സ്. അപ്പൊ ഫ്രണ്ട്സ് ഞണ്ട് കറി ഫിനിഷ് ആയിട്ടുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. വലിയൊരു സപ്പോർട്ടാണ്. നിങ്ങൾ ഉണ്ടാക്കുമ്പോ തന്നെ ഉണ്ടാക്കല്ലേ, നിങ്ങളുടെ പാരന്റ്സിന്റെ കൂടെ ഉണ്ടാക്കി നോക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. ഇപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഞണ്ട് ടേസ്റ്റ് ഉണ്ടോ നോക്കാൻ. ഇപ്പൊ 1 മണിയായി, ഞാൻ കഴിക്കാൻ പോവാണ്. നമുക്ക് കഴിക്കാം. അടിപൊളി ഞണ്ട് കഴിക്കാം. അടിപൊളി ഗൈസ്, ഇഷ്ടപ്പെട്ട്. അപ്പൊ ഫ്രണ്ട്സ് ഇത് നമുക്ക് പൊട്ടിച്ച് ഇനി കഴിക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഞാൻ ഇതുപോലെ ഒരുപാട് ഷോർട്ട് വീഡിയോസ് ഇടും.